കതിരൂർ മനോജ് വധക്കേസിൽ പി ജയരാജനെ തലശ്ശേരി പ്രിൻസിപ്പൽ സെഷൻസ് കോടതി സിബിഐ കസ്റ്റഡിയിൽ വിട്ടു. ഉപാധികളോടെ 3 ദിവസത്തേക്കാണ് ജയരാജനെ ചോദ്യം ചെയ്യാൻ സിബിഐക്ക് കോടതി അനുമതി നൽകിയത്. നാളെ മുതൽ 11-ാം തീയതി വരെ ആശുപത്രിയിൽ വെച്ചോ ജുഡീഷ്യൽ കസ്റ്റഡിയിൽ വെച്ചോ സിബിഐക്ക് ചോദ്യം ചെയ്യാം. അതേസമയം ജയരാജനെ പൂർണ്ണമായും കസ്റ്റഡിയിൽ വിട്ടുകിട്ടണമെന്നാവശ്യപ്പെട്ട് റിവ്യൂ ഹർജി നൽകാൻ സിബിഐ തീരുമാനിച്ചു. നീണ്ട വാദപ്രതിവാദങ്ങൾക്കൊടുവിൽ പി ജയരാജനെ ചോദ്യം ചെയ്യാൻ സിബിഐക്ക് കോടതിയുടെ അനുമതി. പ്രതിഭാഗം വാദം കൂടി കണക്കിലെടുത്ത് ഉപാധികളോടെയാണ് തലശ്ശേരി സെഷൻസ് കോടതി വിധി പ്രസ്താവിച്ചത്. നാളെ മുതൽ 3 ദിവസം രാവിലെ 9 മണി മുതൽ 6 വരെയാണ് ചോദ്യം ചെയ്യാൻ കോടതി സിബിഐക്ക് അനുമതി നൽകിയത്. ജയരാജൻ ചികിത്സയിൽ തുടരുന്ന കോഴിക്കോട് മെഡിക്കൽ കോളേജിലോ ഡിസ്ചാർജ് ചെയ്ത് കഴിഞ്ഞാൽ കണ്ണൂർ സെൻട്രൽ ജയിലിലോ വെച്ച് ജയരാജനെ സിബിഐക്ക് ചോദ്യം ചെയ്യാം. എന്നാൽ ജയരാജനെ ഉപാധികളില്ലാതെ പൂർണ്ണമായും ചോദ്യം ചെയ്യാൻ വിട്ടുകിട്ടണമെന്നാവശ്യപ്പെട്ട് സിബിഐ വീണ്ടും കോടതിയെ സമീപിക്കും. കതിരൂർ മനോജ് വധക്കേസിലെ 25-ാം പ്രതിയായ പി ജയരാജനെ ചോദ്യം ചെയ്യാൻ സിബിഐ നോട്ടീസ് അയച്ചതിനെ തുടർന്ന് അദ്ദേഹം കോടതിയെ സമീപിച്ചിരുന്നു. തലശ്ശേരി സെഷൻസ് കോടതി ജാമ്യാപേക്ഷ തള്ളിയതിന് പിന്നാലെ ആരോഗ്യ പ്രശ്നങ്ങളെ തുടർന്ന് ജയരാജനെ ആശുപത്രിയിലും പ്രവേശിപ്പിച്ചു. മുൻകൂർ ജാമ്യാപേക്ഷ ഹൈക്കോടതിയും തള്ളിയതോടെ പരിയാരം മെഡിക്കൽ കോളേജിൽ ചികിത്സയിൽ കഴിയുന്ന ജയരാജൻ കോടതിയിൽ കീഴടങ്ങുകയായിരുന്നു. 1 മാസത്തേക്ക് റിമാൻഡായ ജയരാജന്റെ തടവ് കാലാവധി 11-ാം തീയതി അവസാനിക്കാനിരിക്കെയാണ് ജയരാജനെ കോടതി സിബിഐ കസ്റ്റഡിയിൽ വിട്ടത്. ഇതിനിടെ തിരുവനന്തപുരം ശ്രീചിത്രയിൽ ചികിത്സയിലായിരുന്ന ജയരാജൻ നിലവിൽ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ കഴിയുകയാണ്. കതിരൂർ കേസുമായി ബന്ധപ്പെട്ട് സിബിഐ ജയരാജനെ നേരത്തെ 1 തവണ ചോദ്യം ചെയ്തിരുന്നു. കേസിന്റെ ഗൂഢാലോചനയുമായി ബന്ധപ്പെട്ടാണ് ജയരാജനെ സിബിഐ പ്രതി ചേർത്തത്. റിപ്പോർട്ടർ, കണ്ണൂർ.